ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ സ്റ്റൗ ടോപ്പിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ സോഫ്റ്റായ ഒരു ബ്രെഡ് നമുക്കിന്ന് തയ്യാറാക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 450 ഗ്രാം ബ്രെഡ് ഫ്ലവർ ഇല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ഉപയോഗിച്ചാലും മതി. 300 മില്ലി ലിറ്റർ ഒട്ടും പുളിയില്ലാത്ത മോര്. ഇനി പുളിയില്ലാത്ത മോരില്ലെങ്കിൽ 300 മില്ലി ലിറ്റർ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരോ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി അരമണിക്കൂർ വെച്ചിട്ട് ശേഷം ഉപയോഗിച്ചാൽ മതി. 3 ടേബിൾ സ്പൂൺ എണ്ണ, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വെളുത്ത എള്ള്. ഈ എള്ള് ഓപ്ഷണലാണ് കേട്ടോ, എള്ളില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 450 ഗ്രാം ഫ്ലവർ, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ എണ്ണ. ഇതൊക്കെ ചേർത്ത് ഒരു സ്പാറ്റില കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി മോരും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ മോര് ചേർക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാനും അതുപോലെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. 300 മില്ലി ലിറ്റർ മോര്. എന്നിട്ട് ഇത് നല്ല ഈവനായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി കൈകൊണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് നീഡ് ചെയ്യരുത്, നല്ല ഈവനായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് പാത്രത്തിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം എണ്ണ ഇതിൻ്റെ പുറമേ തൂത്ത് ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ ഷേപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ അടച്ചു വെച്ച് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ ആകുമ്പോൾ ഒരു പാനിൽ നല്ലപോലെ എണ്ണ തടവുക. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള പാനാണ് ഉപയോഗിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള പാനില്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള പാൻ ഉപയോഗിച്ചാൽ മതി. ആ ബ്രെഡ് ഇത് സ്റ്റിക്കി ആയിരിക്കാം. പാനിൽ എല്ലായിടത്തും നല്ലപോലെ എണ്ണ തടവുക. എന്നിട്ട് ആ കൗണ്ടർ ടോപ്പിലേക്ക് അല്പം എണ്ണ വെച്ച് ആ ഡവ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് എല്ലായിടത്തും എണ്ണയൊക്കെ ഒന്ന് വെച്ചിച്ച് എന്നിട്ട് ആ ഡവ് ഇങ്ങനെ ഉള്ളിലേക്ക് പിഞ്ച് ചെയ്ത് ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പാക്കി ആ എണ്ണ തടവിയ പാനിലേക്ക് വെക്കുക. എന്നിട്ട് അത് ആ പാനിൻ്റെ ഷേപ്പിൽ ഈവൻ കനത്തിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇത് ഈ പാനിൽ തന്നെ അടച്ചു വെച്ച് 1 മണിക്കൂർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റൈസ് ചെയ്ത് വരുന്നതിനാണ്. ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതിന് ഫൈനൽ പ്രൂഫിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മണിക്കൂർ ആ പാനിലിരുന്ന് പ്രൂഫ് ചെയ്തപ്പോഴത്തേന് അത് ഡബിൾ സൈസായി. ഇനി ആ 1 ടീസ്പൂൺ എള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇത് ബേക്ക് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ റൈസ് ചെയ്ത് വരും. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒരു സൈഡ് ബേക്ക് ചെയ്യുക. ഏറ്റവും ലോ ടെമ്പറേച്ചറിൽ ഇടണം. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ചെക്ക് ചെയ്യുക, കരിഞ്ഞു പോകാൻ ഇടവരുത്തരുത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. വളരെ കെയർഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ അടപ്പിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതുണ്ടോ, അതിൻ്റെ അടിവശം നല്ലപോലെ വെന്തു. തിരിച്ചിട്ട് അതിൻ്റെ മോൾവശം നമുക്ക് 20 മിനിറ്റ് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ മറുവശം 20 മിനിറ്റ് ബേക്കായി. ഇതുണ്ടോ, മറുവശം നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഇനി ഇതൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മുടെ സൂപ്പർ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ ബ്രെഡ് വളരെ സോഫ്റ്റ് ആണ്, കണ്ടോ, നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനി ഇത് സാധാരണ ബ്രെഡ് കട്ട് ചെയ്യുന്ന തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.